ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. അയോധ്യ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. രാവിലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് രാമേശ്വരത്തെത്തി. ശ്രീ അരുൾമികു രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തി. ക്ഷേത്രത്തിലെ ഭജനയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. നാളെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിക്കും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ അയോധ്യയിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. ശ്രീരാമ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്കായി ഇന്നു മുതൽ 22-ാം തീയതി വരെ രാംലല്ല ദർശനം ഉണ്ടാകില്ല. ഇന്നലെ ആയിരങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മാധ്യമ സ്ഥാപനങ്ങളോടും സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളോടും സർക്കാർ ആവശ്യപ്പെട്ടു. സാമുദായിക സൌഹാർദ്ദത്തിനും ക്രമസമാധാനത്തിനും തടസ്സം സൃഷ്ടിക്കുന്ന ചില പ്രകോപനപരവും വ്യാജവുമായ സന്ദേശങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി നിരീക്ഷിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വാർത്തകളുടെ ഉള്ളടക്കം രാജ്യദ്രോഹപരമോ വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെന്ന് ഉറപ്പാക്കേണ്ടത് മാധ്യമ സ്ഥാപനങ്ങളുടെ കടമയാണെന്നും സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ വേലികൾ കെട്ടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇതോടെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലൂടെയുള്ള ജനങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരം നിയന്ത്രണ വിധേയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഗുവാഹത്തിയിൽ നടന്ന അസം പോലീസ് കമാൻഡോകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ക്രമസമാധാന നിലയും ആഭ്യന്തര സുരക്ഷയും ശ്രീ മോദിയുടെ ഭരണത്തിന് കീഴിൽ മെച്ചപ്പെട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ മേഖലയിലെ സഹകരണം സംബന്ധിച്ച് ഇന്ത്യയും ക്യൂബയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയമാണ് ക്യൂബൻ പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പുവച്ചത്. ഇരു രാജ്യങ്ങളിലെയും ഡിജിറ്റൽ രംഗത്തിന് പരസ്പരം പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ശേഷി വർദ്ധിപ്പിക്കൽ, മികച്ച പ്രവർത്തനങ്ങളുടെ കൈമാറ്റം എന്നിവ കൈവരിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ ഇന്ത്യ ക്യൂബ സഹകരണം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാർക്ക് നൽകാൻ വനം വകുപ്പിൽ നിന്ന് കൈമാറിയ ഭൂമിയുടെ വിതരണോദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി കെ രാജൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ പട്ടയ വിതരണം നിർവഹിക്കും. ഒന്നാം ഘട്ടത്തിൽ ആകെ 570 പേർക്കായി 71.28 ഹെക്ടർ ഭൂമി വിതരണം ചെയ്യും. നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് 15ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ നിലകൊള്ളുന്നത് ഭാരതമെന്ന ഒരേയൊരു വികാരമാണെന്ന് ഗവർണർ പറഞ്ഞു. കേരളത്തിന് മഹത്തായ പാരമ്പര്യമുണ്ടെന്നും സ്ത്രീകൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് കേരളത്തിലുള്ളതെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്തെ ജില്ലാ താലൂക്ക് തല ആശുപത്രികളിൽ കൂടി മാമോഗ്രാം മെഷീനുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ക്യാൻസർ സെന്ററുകൾക്കും പ്രധാന മെഡിക്കൽ കോളേജുകൾക്കും പുറമെയാണിത്. സ്തനാർബുദം ബാധിച്ചവരെ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആദ്യഘട്ടത്തിൽ 8 ആശുപത്രികളിലാണ് മാമോഗ്രാം സ്ഥാപിക്കുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്നുവച്ചാൽ സർക്കാർ ജനങ്ങളുടെ വീട്ടുപടിക്കലെത്തുന്നു എന്നതാണ് അർത്ഥമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ MP. സർക്കാർ പദ്ധതികൾ വിശദീകരിച്ച് ഉദ്യോഗസ്ഥർ ഓരോ മുക്കിലും മൂലയിലും എത്തുന്നു. വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിലേക്കും വികസനം എത്തണം എന്ന കേന്ദ്ര സർക്കാർ നയമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ പര്യടനത്തിന്റെ സമാപന സമ്മേളനം ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലും വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് സമാപിച്ചു. 7 ദിവസത്തെ യാത്രയ്ക്കൊടുവിലാണ് പര്യടനം സമാപിച്ചത്. പുതിയതായി കേരള സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ മെഡിസെപ് പ്രീമിയം തുക 2022 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജീവനക്കാർ സർവീസിൽ വരുന്നതിന് ശേഷം മാത്രം ലഭിക്കുന്ന പോളിസി കവറേജിന് സർവീസിൽ ഇല്ലാതിരുന്ന കാലം മുതലുള്ള പ്രീമിയം നൽകണമെന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് സംഘടനാ നിവേദനത്തിൽ പറയുന്നു. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം പുരോഗമിക്കുന്നു. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്ന് ലോക 2ാം നമ്പർ താരം യുക്കിഷിയെ നേരിടും. പുരുഷ ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി സഖ്യവും ഇന്ന് മത്സരത്തിനിറങ്ങും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.